മന്ത്രി ഹരിഹരൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ലീഗ് ഒരു തരത്തിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഒക്കെ പറയുന്നത്. ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. എന്റെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഈ സർവകക്ഷി യോഗം വിളിക്കേണ്ട ആവശ്യം വടകരയിൽ ഇല്ല എന്നാണ് അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ പി. മോഹനെ വിളിച്ച് സർവകക്ഷി യോഗം വിളിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ള ആവശ്യപ്പെടുകയാണ്. അതേസമയത്ത് നിങ്ങൾ CPM-നെ ഇതേ സാഹചര്യത്തിൽ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? അല്ല, സർവകക്ഷി യോഗം വിളിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞൂടെ? അത് പറയണല്ലോ. അത് ഉത്തരവാദിത്തപ്പെട്ടവർ കേൾക്കണമല്ലോ. സർവകക്ഷി യോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഭരണാധികാരികൾ വരും, മന്ത്രിമാർ വരും. അവരോട് ഞങ്ങൾക്ക് ഇതൊക്കെ പറയണ്ടേ? ഇത് ഇല്ലാതാക്കണ്ടേ? ഇപ്പോൾ റിസൾട്ട് വരുന്ന ദിവസവും വടകര മണ്ഡലം ഒരു കൊളക്കളമായി മാറാൻ പാടില്ലല്ലോ. ഉണ്ടാക്കി വെച്ച ബോംബുകൾ അത് പ്രയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതല്ലോ. അവിടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വാസം എടുക്കാതെയാണ് പി. മോഹനുമായി ആശയവിനിമയം നടത്തുന്നത്. ഇത് പി. മോഹൻ തന്നെ കൃത്യമായി പറയുകയും ചെയ്തു. കാരണം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ലീഗിന്റെ ബി ടീമാണ് എന്നുള്ളത്. അത്തരത്തിലുള്ള ആക്ഷേപം ഈ ഘട്ടത്തിൽ ശരിയാണ്. ഇല്ല, അതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPM നേതാക്കന്മാർ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയും. അതിനൊന്നും ന്യായീകരിക്കാനോ അതിനൊന്നും മറുപടി പറയാനോ ഞാൻ ആളല്ല. രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു അത് വാക്കുപിഴയാണെന്ന് അവരെ പാർട്ടി പറഞ്ഞു. അത് പറഞ്ഞ ആൾ തന്നെ അത് പിൻവലിച്ചു, അതിൽ മാപ്പ് ചോദിച്ചു, തെറ്റാണെന്ന് സമ്മതിച്ചു. അവരെ പാർട്ടി ലീഡർ രമ MLA തള്ളിപ്പറഞ്ഞു, UDF തള്ളിപ്പറഞ്ഞു, എല്ലാവരും തള്ളിപ്പറഞ്ഞു. പിന്നെ അതിന്റെ പിറകിൽ ഇങ്ങനെ കൂട്ടിയിട്ട് എന്താ കാര്യം? പറഞ്ഞിട്ടും നിങ്ങളൊന്നും സംസാരിക്കാത്തത് അവരെയൊക്കെ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുന്നു. അല്ല, അത് നമ്മൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. നമ്മൾ പൊളിറ്റിക്സ് അല്ലേ പറയുന്നത്. ആരോപണം അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട. എനിക്കറിഞ്ഞൂടാ എന്താ ആരോപണം. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അല്ല, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നത്. ഞാൻ പഠിച്ചിട്ട് പറയാം. നിങ്ങൾ വിശദീകരിച്ചാൽ അത് പറയാൻ പറ്റുമല്ലോ എനിക്ക്. അതിൽ എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇല്ല.